പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വ്രതനിഷ്ഠരായ വിശ്വാസികൾക്ക് പ്രഭാത ഭക്ഷണം നൽകി ദുബായ് ബേക്കൽ സംഘമിത്ര സേവാ സംഘം. 3 ദിവസങ്ങളിലായി 4000-ലേറെ പേർക്കാണ് ഇവർ പ്രാതൽ വിളമ്പിയത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. തൃശൂരിലെ പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന മീനഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാനായി വ്രതമെടുത്തു പോകുന്ന വിശ്വാസികൾക്കാണ് ദുബായ് ബേക്കൽ സംഘമിത്ര സേവാ സംഘം നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം നൽകിയത്. കാസർഗോഡ് ജില്ലയിലെ കോട്ടിക്കുളം, ബേക്കൽ, കീഴൂർ, കാസർഗോഡ് എന്നീ ഘടകങ്ങളിൽ നിന്ന് കാവ് തീണ്ടലിനായി വർഷം തോറും നിരവധി ഭക്തർ ഭരണിയുത്സവ നാളുകളിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്. ഇതിൽ ബേക്കൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര ഘടകത്തിൽ നിന്നും പോകുന്ന ഭക്തർക്കാണ് ക്ഷേത്ര പരിസരത്ത് വെച്ച് സംഘമിത്ര സേവാ സംഘം പ്രവർത്തകർ 3 ദിവസങ്ങളിലായി പ്രാതൽ നൽകിയത്. വിശ്വാസവും സേവനവും മുൻനിർത്തിയുള്ള ഈയൊരു പ്രവർത്തനം വരും വർഷങ്ങളിലും തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് സേവാസംഘം ഭാരവാഹികൾ അറിയിച്ചു. അതിൽ എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് മീനഭരണിക്ക് പോകാറുണ്ട്. ഒരുപാട് ഭക്തർ അതിൽ ഉണ്ടാവാറുണ്ട്. അതിൽ 3 ദിവസത്തേക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നത് നമ്മുടെ സംഘമിത്ര സേവാ സംഘമാണ്. അതുപോലെ തന്നെ അടുത്ത വർഷം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഈ സംഘമിത്ര സേവാ സമിതിയുടെ പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ അന്നദാനം വീണ്ടും നല്ല രീതിയിൽ തന്നെ കൊടുക്കുവാൻ അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. വടക്കേ മലബാറിലെ ഭക്തർ വർഷം തോറും വർദ്ധിച്ചു വരുന്നൊരു വേളയാണ് കഴിഞ്ഞു വരുന്നത്. കോട്ടിക്കുളം കഴകം, ബേക്കലം കഴകം, കാസർഗോഡ് കഴകം, കീഴൂർ കഴകം എന്നിവിടങ്ങളിൽ നിന്ന് ഏറ്റവും ഭക്തർ പോകുന്ന ഒരു ഉത്സവം കൂടിയാണ് കൊടുങ്ങല്ലൂരിലെ മീനഭരണി. ഇത്തവണത്തെ മീനഭരണി ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത, ബേക്കൽ കഴകത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംഘമിത്ര സേവാ സംഘത്തിൻ്റെ ഭാഗമായി, സംഘടനയുടെ ഭാഗമായി 3 ദിവസത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രഭാത ഭക്ഷണം നൽകി വരുന്ന സംഘമിത്ര സേവാ സംഘത്തിന് ഇനിയും അങ്ങോട്ടേക്ക് നാൾക്ക് നാൾ നാടിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വികസനത്തിനും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അമ്മയുടെ എല്ലാ കൃപാകടാക്ഷങ്ങളും എല്ലാവർക്കും, അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന്. ആദ്യ 2 ദിവസങ്ങളിൽ 1400ഓളം പേർക്ക് വീതവും അവസാന ദിവസം 1500ഓളം പേർക്കും ഇവർ ഭക്ഷണം വിളമ്പി. ന്യൂസ് ബ്യൂറോ, ഉദുമ.